കൊച്ചി മേയർ ശ്രീ അനിൽകുമാർ ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് ശ്രീ അനിൽകുമാർ. തുരുത്തി ഇരട്ട ഫ്ളാറ്റ് സമുച്ചയം നല്ല ഗംഭീരമായി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ട് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് അതിന്റെ ക്രെഡിറ്റ് കോർപ്പറേഷൻ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞ് DCC പ്രസിഡന്റ് രംഗത്ത് വരുന്നത്. നിങ്ങൾ ചുളുവിൽ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. വേണ്ട, ക്രെഡിറ്റ് എല്ലാം DCC പ്രസിഡന്റ് അടിച്ചെടുത്തോട്ടെ, എനിക്ക് യാതൊരു തർക്കമില്ല. പ്രശ്നം തീർന്നില്ലേ? നമ്മളീ മലയാളിയുടെ സാമാന്യ ബോധത്തെ നമ്മൾ ചോദ്യം ചെയ്യരുത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പദ്ധതി വരുന്നു, ആ പദ്ധതി എന്റെ ജോലി ഞാൻ നിർവഹിച്ചു, കൊച്ചി നഗരസഭയുടെ ജോലി ഞങ്ങൾ നിർവഹിച്ചു, ഞങ്ങൾ ഒരു കൂട്ടായ പരിശ്രമം നടത്തി. ഞാൻ എവിടെയും അത് വ്യക്തിപരമായ എന്റെ ഏതോ ഒരു വലിയ നേട്ടമായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാ വികസന പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാനുള്ളതാണ്. ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് പാവപ്പെട്ട മനുഷ്യര് അവർ വലിയ സന്തോഷത്തിലിരിക്കുന്ന ഒരു സന്തോഷത്തിലാണ്. അപ്പൊ സ്വാഭാവികമായും ആ സന്തോഷത്തിൽ പങ്കുചേരേണ്ട സന്ദർഭത്തിൽ പരസ്പരം രാഷ്ട്രീയം പറഞ്ഞ് ചെളിവാരി എറിയുക എന്ന് പറയുന്നത് മലയാളിക്ക് ഒട്ടും ചേർന്ന ഒരു കാര്യമാണ് എന്ന് ഞാൻ ധരിക്കുന്നേയില്ല. ശ്രീ അനിൽകുമാർ, ഈ തുരുത്തിയിൽ ഫ്ളാറ്റ് ഉയർന്നു, ആ ഫ്ളാറ്റിൽ ആളുകൾ വന്ന് താമസിക്കാൻ പോകുന്നു, അവർക്ക് നല്ലൊരു കിടപ്പാടം കിട്ടുന്നു, അത് എല്ലാവർക്കും സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ കല്ലിട്ടത് ഞങ്ങൾ, കെട്ടിപ്പൊക്കിയത് ഞങ്ങൾ, പേപ്പർ നീക്കിയത് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ എന്ന ഒരു വേർതിരിവ് രാഷ്ട്രീയം എല്ലാത്തിലും കൊണ്ടുവരുന്നതാണോ ഇവിടുത്തെ പ്രശ്നം? ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഞാനിപ്പോ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ഈ പദ്ധതിയിൽ സ്മാർട്ട് സിറ്റിയുടെ പണമുണ്ട്. ഈ പദ്ധതിയിൽ സ്മാർട്ട് സിറ്റിയുടെ പണത്തിൽ 50% കേന്ദ്രവും 30% സംസ്ഥാനവും ബാക്കി കൊച്ചി കോർപ്പറേഷനും അല്ലേ. അപ്പൊ ഇനിയിപ്പോ അത് ഇപ്പുറത്ത് കേന്ദ്ര പദ്ധതിയാണെന്ന് പറഞ്ഞ് ഇനി വേറെ ആരെങ്കിലും വന്നാൽ എന്ത് ചെയ്യും? അപ്പൊ പൂർത്തിയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് ഞാൻ പറയുന്നത്, ഇതെല്ലാം ജനങ്ങളുടെ പണമല്ലേ, ജനങ്ങളുടെ നികുതി പണമല്ലേ. നമ്മൾ എന്തിനാണ് ഒരു കാര്യം ഏൽപ്പിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നത്, മേയർ എന്നുള്ള നിലയിൽ എന്നെ ഭരണം ജനങ്ങളെ ഏൽപ്പിച്ചത്, എന്നിൽ അവർ വിശ്വാസം അർപ്പിച്ചത്, അവര് സ്വപ്നതുല്യമായി കൊണ്ടുവരുന്ന പദ്ധതികൾ പൂർത്തീകരിക്കാനാണ്, അല്ലേ? അത് അതല്ലായെന്നുണ്ടെങ്കിൽ ശ്രീ കെ അനിൽകുമാർ, ഇതിന്റെ ഒരു ലോജിക്ക്, ഈ തർക്കത്തിന്റെ ലോജിക്ക് എന്താണെന്ന് എനിക്കും കാര്യമായിട്ട് മനസ്സിലായില്ല. കാരണം ഒരു കാര്യം തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കുന്നത് അടുത്ത സർക്കാർ അല്ലെ, അടുത്ത സർക്കാരായിരിക്കും. മാറി മാറിയാണല്ലോ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ മാത്രമാണല്ലോ ഒരു തുടർ ഭരണത്തിലേക്ക് വന്നത്. കോർപ്പറേഷന്റെ കാര്യത്തിലായാലും തുടർച്ചയായി വരുന്നു, ഇടയ്ക്കൊന്ന് മാറുന്നു. അങ്ങനെയൊക്കെ എല്ലാ കോർപ്പറേഷനുകളിലും പഞ്ചായത്തുകളിലും ഒക്കെ നമ്മൾ കാണുന്നതാണ്. ഇതിപ്പോൾ ഞങ്ങൾ തുടങ്ങിയാൽ ഞങ്ങൾ തന്നെ പൂർത്തീകരിക്കുന്നു പറഞ്ഞാൽ ഞങ്ങൾ തന്നെ തുടർച്ചയായി ഭരിച്ചാലല്ലേ അത് നടക്കുകയുള്ളൂ. സുജയല്ലേ സംസാരിക്കുന്നത്? ഞാൻ ശബ്ദത്തിൽ നിന്ന് ഇവിടെ ബഹളത്തിനിടയിലാണ്. സുജയ, ഞാൻ പറയുന്നത്, ഞാൻ മേയറായി വന്നപ്പോൾ ഈ ഫ്ളാറ്റിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് എല്ലാവരും കണ്ടതാണ്. ബഹുമാനായ MP എന്തോ പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞു. 2 ഫ്ളാറ്റാണ് പണിത്. അതിൽ ഒരു ഫ്ളാറ്റ് മാത്രം, ആ ഫ്ളാറ്റ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നത് അദ്ദേഹം തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനുശേഷം അന്നത് നിലച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നും ഇത് പൂർത്തീകരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ഞങ്ങളുടേതായ നിലയിൽ പരിശ്രമിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ പരിശ്രമമായിരുന്നോ വലുത്, അതോ അവർ വിഭാവനം ചെയ്തതാണോ വലുത്? ഇതൊന്നും എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ല. എന്നെ സംബന്ധിച്ച് സാധാരണ മനുഷ്യർക്ക് ഫ്ളാറ്റ് കിട്ടി എന്നുള്ളതാണ് പ്രശ്നം. അവര് സന്തോഷമായി ജീവിക്കട്ടെ, അവര് സ്വപ്നങ്ങൾ കാണട്ടെ, അവര് വളരെ സന്തോഷമായി ജീവിക്കട്ടെ എന്നതിനപ്പുറത്തേക്ക് നമുക്ക് മറ്റൊന്നും പറയാനില്ല. കാരണം ഞാൻ തന്നെ എനിക്ക് മാർക്കിടാൻ പാടില്ല സുജയ. ഒരു ഭരണാധികാരിയും. താങ്കളുടെ പ്രവൃത്തികൾ തുടരൂ ശ്രീ അനിൽകുമാർ. എന്തായാലും മേയർ എന്ന നിലയിൽ താങ്കളുടെ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകും. നമ്മുടെ പ്രവൃത്തികളാണല്ലോ നമ്മുടെ വാചകങ്ങളെക്കാൾ ജനങ്ങളുടെ മനസ്സിൽ തങ്ങി. ഒരുപാട് നന്ദി സുജയ. എല്ലാ മാധ്യമങ്ങളും നൽകിയ പിന്തുണയ്ക്ക്, മേയർ എന്ന നിലയിൽ ഈ ഓരോ പദ്ധതി പൂർത്തീകരിക്കുമ്പോഴും നിങ്ങൾ നൽകിയ പിന്തുണ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി എല്ലാം പോസിറ്റീവായിരുന്നു. ഞാൻ എന്താണ് ചെയ്തത് എന്ന് ജനങ്ങൾ മാർക്കിട്ടോട്ടെ. അതെന്താണെങ്കിലും അത് ശിരസ് കുനിച്ച് ആ മാർക്ക് എത്ര ചെറിയ മാർക്കാണെങ്കിലും ഞാൻ ആ മാർക്ക് സത്യമായും അതിന്റെ പ്രോഗ്രസ് കാർഡ് ഞാൻ വാങ്ങിക്കും. അത് തോറ്റാലും ഞാൻ തിരിച്ചുകൊണ്ട് തന്നെ ആ പ്രോഗ്രസ് കാർഡ് വാങ്ങിക്കും. ശ്രീ അനിൽകുമാർ, താങ്കൾ എന്തായാലും ഒരു ഡിസ്റ്റിങ്ഷനോട് കൂടി പാസ്സാകട്ടെ. എല്ലാ ആശംസകളും. നന്ദി. ഒരുപാട് നന്ദി. താങ്ക് യു.